അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർച്ചയിൽ കാണാമോ? അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഫാത്തിന് ശേഷം ആരെങ്കിലും ഉണർച്ചയിൽ കണ്ടിട്ടുണ്ടോ? ഒന്ന് നോക്കുക നമുക്ക്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല അവിടുത്തെ ഫത്താവുൽ ഹദീസിയ 548, 549 പേജുകളിൽ അവിടുത്തെ അധ്യായം തന്നെ റുഇയത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ യഖ്ള. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്, ഹൽ തുംകിനു റുഇയത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ യഖ്ള ഫഅജാബ അൻകറ ജമാഅത്തുൻ വജവ്വസഹു ആഖറൂന വഹുവൽ ഹഖ്. ബഹുമാനപ്പെട്ട മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് രണ്ട് കണ്ടുകൊണ്ട് കാണാൻ പറ്റുമോന്നാണ് ആ ബഹുമാനപ്പെട്ട ഉത്തരം നൽകിയത്. ഒരു വിഭാഗം ആളുകൾ കാണൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം ആളുകൾ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് തന്നെ ഉണർച്ചയിൽ തന്നെ കാണും എന്നാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടതാണ് വഹുവൽ ഹഖ്, അങ്ങനെ കാണുമെന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം പറയാണ്, ബഹുമാനപ്പെട്ട പറയാണ്, വഖാലൽ ബാരിസിയു റളിയല്ലാഹു അൻഹു വഖദ് സുബിയ മിൻ ജമാഅത്തിൻ മിനൽ ഔലിയാഇ ഫീ സമാനിനാ വഖബ്ലഹു അന്നഹും റഅൂ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ളതൻ ഹയ്യൻ ബഅദ വഫാത്തിഹി. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം ഇക്കാലഘട്ടത്തിലും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലൊക്കെ ഔലിയാക്കൾ അള്ളാഹിൻ്റെ ഹബീബിനെ കണ്ടിട്ടുണ്ട്. വഫാത്തിന് ശേഷം തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് തന്നെ രണ്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റഹിമഹുല്ലയും വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തിനധികം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ ശിഷ്യൻ അവരുടെ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കാണും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.